ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു എജസ് ഓൺലൈൻ ട്യൂഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് SLC ഫിസിക്സ്. നമ്മൾ ക്രിസ്മസ് എക്സാമിന് വേണ്ടി വരുന്ന നമ്മുടെ പോർഷൻസ് ഏതൊക്കെയാ? 3, 4, 5, 6. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് അല്ലെന്നുണ്ടെങ്കിൽ ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കാണാണ്ട് പഠിക്കുന്ന ഡെഫിനേഷൻ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്നും കണ്ടു നോക്കുക കേട്ടോ. അതുപോലെ തന്നെ ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് നമ്മുടെ ചാനലിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്ന് നമ്മൾ ഇമ്പോർട്ടൻറ്റ് ചില ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് ടോപ്പിക്കുകളാണ് നമ്മൾ പറയുന്നത്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഒട്ടും വൈകില്ല, ക്ലാസ്സിലേക്ക് പോകാം. നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ 3 നോക്കാം. ചാപ്റ്റർ 3 നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ളത് റെയിൻബോ, അതേപോലെ പ്രിസം അല്ലെങ്കിൽ സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്. അപ്പോൾ നമുക്ക് റെയിൻബോയും പ്രിസം ഫസ്റ്റ് പറയാം അല്ലേ. റെയിൻബോ അല്ലെങ്കിൽ പ്രിസം നമുക്ക് വരച്ച് ചോദിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, നോക്കിയിട്ട് തന്നെ പോകും. പിന്നെന്താ, സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, അതുകൊണ്ട് ജസ്റ്റ് നോക്കിയിട്ട് പോവാം. ചില ക്വസ്റ്റ്യൻസിൽ എന്താണ് അതിന്റെ റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ റീസൺ സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്. ആ ഒരു രീതിക്കാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഈ ഒരു ടോപ്പിക്കാണ് ഉൾപ്പെടുന്നത്. ഓക്കെ അല്ലേ. റീകോമ്പിനേഷൻ ഉണ്ടാവും, അതേപോലെ ഡിസ്പേർഷൻ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കുക. ദെൻ സെക്കൻഡറി ഓർ കോംപ്ലിമെന്ററി കളേഴ്സ് ആണ് നമ്മൾ ഇതിൽ പറയുന്നത്. സെക്കൻഡറി കോംപ്ലിമെന്ററി കളേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് റെഡും ഗ്രീനും കൂടി കൂടുമ്പോൾ യെല്ലോ ഉണ്ടാവുന്നു, ഗ്രീൻ ബ്ലൂ കൂടുമ്പോൾ എന്താണ്? സിയാൻ ഉണ്ടാവുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോംപ്ലിമെന്ററി കളേഴ്സിൽ വരാൻ നേരത്ത് യെല്ലോയും റെഡും ഗ്രീനും ഒക്കെ കൂടി കൂടുമ്പോൾ നമുക്ക് എന്ത് വരും? ബ്ലൂവും എല്ലാം കൂടി ചേരുമ്പോൾ നമുക്ക് വൈറ്റ് ലൈറ്റ് കിട്ടും അല്ലേ. അപ്പോൾ വൈറ്റ് ലൈറ്റ് കിട്ടുന്നതിനെയാണ് കോംപ്ലിമെന്ററി കളേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. ഇനി ഷോർട്ട് സൈറ്റ് എന്താണ്, ലോങ് സൈറ്റ് എന്താണ്, അതേപോലെ പ്ലസ് ബയോപ്പി എന്താണ്, ഇത് മൂന്നും നോക്കി വെക്കുക. അതേപോലെ ഷോർട്ട് സൈറ്റ് ലോങ് സൈറ്റിന്റെ കുഞ്ഞു ടേബിൾ, അതായത് എങ്ങനെ റെക്ടിഫൈ ചെയ്യാം, എങ്ങനെയാണ് ലോങ് ഡിസ്റ്റൻസ് ആണോ അത് വരയ്ക്കുന്ന ഡയഗ്രാം എല്ലാം ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ദെൻ ലൈറ്റ് പൊല്യൂഷൻ. നമുക്ക് ഈ ഒരു രീതിക്കുള്ള എക്സാം ആയതുകൊണ്ട് തന്നെ ഇവിടെ ലൈറ്റ് പൊല്യൂഷൻ നിസ്സാരമാക്കി കളയണ്ട, അത് നോക്കിയിട്ട് തന്നെ പോവാ. ഈ മഞ്ഞ കളർ ഇട്ട് വെച്ചത് നമ്മുടെ കോമൺ സെൻസ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ എഴുതേണ്ടതുമാണ്. ഇനി നമ്മൾ ടെസ്റ്റ് തന്നിട്ടുമുണ്ട്. അങ്ങനെ ടോപ്പിക്കുകളാണ്, നോക്കിയിട്ട് തന്നെ പോവാം. എന്തായാലും വരും. ദെൻ ടിൻഡൽ എഫക്റ്റ് അല്ലേ. ടിൻഡൽ എഫക്റ്റും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വല്ല എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് തന്നിട്ട് അത് ഏതാണെന്ന് നമ്മളോട് ചോദിക്കാം. ദെൻ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം, അതായത് നമുക്കറിയാലോ ഗാമ റേ, എക്സ് റേ, അൾട്രാ വയലറ്റ് റേ, അതൊക്കെ അതിന്റെ യൂസസ് ഒന്ന് നോക്കി നിങ്ങൾ വെക്കുക. ഓക്കെ അല്ലേ. ഇനി അടുത്ത ചാപ്റ്ററാണ് നമ്മളുടെ 4ാമത്തെ ചാപ്റ്റർ. അതിൽ നിന്ന് വരാൻ ചാൻസ് ഉണ്ട് മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ ഫ്ലക്സ് ലൈനിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് വരാൻ ചാൻസ് ഉണ്ട്. അതേപോലെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂള്, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂള്, അതേപോലെ മോട്ടോർ പ്രിൻസിപ്പിൾ എന്ത് ചെയ്യുക നോക്കി വെക്കുക. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെന്റർ ഓഫ് ദ കോയിൽ. സെന്റർ ഓഫ് ദ കോയിലിൽ ഉണ്ടാകുന്ന ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്, അതൊരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഓർ കോയിൽ, ഇതും എന്ത് ചെയ്യുക നോക്കി വെക്കുക. ഇനി അടുത്താണ് സോളിനോയിഡ്, അതേപോലെ പൊളാരിറ്റി, മാഗ്നറ്റിക് ഫീൽഡ് ഒക്കെ നമ്മൾ സോളിനോയിഡ് റിലേറ്റഡ് ആയിട്ട് നോക്കുക. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഓഫ് സോളിനോയിഡും കൂടി നിങ്ങൾ നോക്കി വെക്കാം. ഇനി ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ മാഗ്നറ്റിക് സ്ട്രെങ്ത് ഓഫ് ദ കറന്റ് ക്യാരിങ് സോളിനോയിഡ്. ഓക്കെ. പിന്നെന്താ, ഇലക്ട്രോമാഗ്നറ്റും അതിന്റെ യൂസസും നോക്കി വെക്കണം. ഇലക്ട്രിക് മോട്ടർ, അത് നമുക്ക് പാർട്സ് ഐഡന്റിഫൈ ചെയ്യാൻ വരും. അതേപോലെ അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നമ്മളോട് ചോദിക്കാനും ചാൻസ് ഉണ്ട്. ഇനി മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഐഡന്റിഫൈങ് പാർട്ട് അല്ലെങ്കിൽ വർക്കിംഗ് പ്രിൻസിപ്പിൾ, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നൊക്കെ നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്താണ് എനർജി കൺസർവേഷൻ. ഇതും നമ്മളുടെ കോമൺ സെൻസ് റിലേറ്റഡ് ആയി നമ്മൾ തന്നെ ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്, ടെസ്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി നോക്കി വെക്കാം. ഓക്കെ അല്ലേ. ഇനി നമുക്ക് ചാപ്റ്റർ 5ലേക്ക് പോവാം. ചാപ്റ്റർ 5 പറയുന്നത് വൈ നിക്രോം വയർ ഈസ് യൂസ്ഡ് ആയിട്ട് ഹീറ്റിംഗ് എലമെന്റ്. എന്തുകൊണ്ടാണ് നിക്രോം വയർ ഹീറ്റിംഗ് എലമെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്? ദെൻ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിംഗ് ദ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കണ്ടക്ടർ, അതും നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ. ഇനി നമുക്ക് കുറച്ച് ഇക്വേഷൻസ് ആണ്. ഈ ഒരു ഇക്വേഷൻസ് നിങ്ങൾ എന്ത് ചെയ്യുക നോക്കിയിട്ട് തന്നെ പോവുക. ഇത് എന്തിന്റെ ഇക്വേഷൻ എന്നറിയോ? ഹീറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. എന്താണ്? ഹീറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. ഇനി അടുത്തത് പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് അടുത്തത്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ്. ഇനി അടുത്ത എന്താണ് നോക്കാം. അടുത്തതാണ് അപ്ലയൻസ് പവർ റേറ്റിംഗ്, അതായത് 5 സ്റ്റാർ അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ അല്ലേ. ഇനി എനർജി ക്രൈസിസ്, അതും ചോദിക്കാറുണ്ട്. വേസ്റ്റ് ടു റെഡ്യൂസ് കൺസപ്ഷൻ അറ്റ് ഹോം, എങ്ങനെയാണ് നമ്മൾ ഹോമിൽ തന്നെ, അതായത് വീട്ടിൽ തന്നെ നമ്മൾ കറണ്ട് ചിലവ് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ, ഇതും കോമൺ സെൻസ് റിലേറ്റഡ് ആണ്. മഞ്ഞ ലൈൻ ഇട്ടില്ലേലും നിങ്ങളത് മനസ്സിലാക്കണം കേട്ടോ. ഇനി അടുത്തതാണ് സോളാർ എനർജി. അത് കഴിഞ്ഞാൽ ഹൗ ടു റെഡ്യൂസ് കാർബൺ ഫുട് പ്രിന്റ്, ഇതും നോക്കി വെക്കുക. ഇനി അടുത്തത് നമുക്കിനി ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് എൻ്റെ പ്ലാനിലുള്ളതെന്നാണ് ഞാൻ പറയുന്നത്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേണമെന്ന് പറയാം, വേണമെന്നുണ്ടെങ്കിൽ വേണ്ടെന്നും പറയാം. അപ്പോൾ കമന്റ് ബോക്സിൽ എന്തായാലും നിങ്ങളുടെ ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുക. അപ്പോൾ ഞാൻ ഈ തരാൻ ഉദ്ദേശിക്കുന്ന വീഡിയോസ് ഇത്രയാണ്. ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക, അതായത് നമ്മുടെ ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കുന്ന ലെറ്റർ എക്സിലൊക്കെ ഉള്ള പോലത്തെ ക്വസ്റ്റ്യൻസ്, വാട്ട് ഇസ് ഡിസ്റ്റൻസ് ടു നിയർ പോയിന്റ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇല്ല. അങ്ങനെ അത് വേണമെന്നുണ്ടെങ്കിൽ അത്, കോൺസെപ്റ്റ് വീഡിയോ വേണമെങ്കിൽ അത്, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് വേണമെന്നുണ്ടെങ്കിൽ അത്, എല്ലാം നമുക്ക് ആ രീതിക്ക് വേണമെന്നുണ്ടെങ്കിൽ വേണം പറയാം. ഓക്കെ.
അപ്പോൾ ഏതൊക്കെ ടൈപ്പ് എങ്ങനത്തെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടതെന്നുള്ള പറഞ്ഞാൽ നമുക്ക് ചെയ്യാട്ടോ, പേടിക്കുകയേ വേണ്ട. അപ്പോൾ ഇത്ര വീഡിയോസ് അടുത്ത വീഡിയോ